ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പൊതുധാരയിൽ നിന്നും കേരളം എപ്പോഴും വ്യത്യസ്തമായി നിൽക്കുന്നത് അതിന്റെ സാംസ്കാരികമായ വൈവിധ്യം കൊണ്ടും സാമുദായികമായ സൗഹൃദം കൊണ്ടുമാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ വിജയത്തെ കേവലം രാഷ്ട്രീയമായ ഒരു മാറ്റമായിട്ടല്ല, മറിച്ച് വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള കേരളത്തിന്റെ മതേതര മനസ്സാക്ഷിയുടെ വിജയമായിട്ടാണ് ലോകം നോക്കിക്കാണുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന്റെ യഥാർത്ഥ കേരള സ്റ്റോറി എന്ന പരാമർശം പ്രസക്തമാവുന്നത്. കേരളത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പരത്തുന്ന സിനിമകളും പ്രചാരണങ്ങളും രാജ്യത്തുടനീളം ചർച്ചയായ സാഹചര്യത്തിലാണ് ശശി തരൂർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തി കേരളത്തിന്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യുന്നത്. ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയം ഉത്തരേന്ത്യൻ പിടിമുറുക്കുമ്പോൾ കേരളം അതിന് അപവാദമായി നിൽക്കുന്നുവെന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം സമർത്ഥിക്കുന്നു. തരൂർ ചൂണ്ടിക്കാണിച്ച 3 പ്രധാന ഉദാഹരണങ്ങൾ ഇവയാണ്. മുസ്ലിം ജനവിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുള്ള മലപ്പുറത്തെ തവനൂരിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട VS ജോയിയെ വോട്ടർമാർ വിജയിപ്പിച്ചു. ഇത് മതപരമായ അതിർവരമ്പുകൾക്ക് മുകളിലാണ് കേരളീയ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് എന്നതിന്റെ തെളിവാണിത്. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായ കളമശ്ശേരിയിൽ നിന്നും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതിലൂടെ വർഗീയ ധ്രുവീകരണത്തിന് കേരള മണ്ണിൽ സ്ഥാനമില്ലെന്ന് ജനങ്ങൾ വീണ്ടും തെളിയിച്ചു. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള കൊച്ചി മണ്ഡലത്തിൽ മുഹമ്മദ് ഷിയാസിന്റെ വിജയം വിരൽ ചൂണ്ടുന്നത് മനുഷ്യത്വത്തിനും വികസന കാഴ്ചപ്പാടിനും ജനങ്ങൾ നൽകുന്ന മുൻഗണനയിലേക്കാണ്. ആളുകളുടെ പ്രഥമ പരിഗണന മനുഷ്യർക്ക് നൽകുകയും പിന്നീട് മാത്രം ജാതിയോ മതമോ കാണുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന തരൂരിന്റെ വാക്കുകൾ കേരളീയ മഹിമയെ ആഗോളതലത്തിൽ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം നിലനിൽക്കുമ്പോഴും ഭരണത്തിന്റെ കടിഞ്ഞാൻ ആരേൽക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ സങ്കീർണമായ ചർച്ചകൾ നടക്കുകയാണ്. ശശി തരൂരിന്റെ പേരൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നെങ്കിലും നിലവിൽ ഹൈക്കമാൻഡ് ചർച്ചകളിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടില്ല. പ്രധാനമായും 3 നേതാക്കളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കായി രംഗത്തുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളാണ് സതീശനെ മുൻനിരയിൽ എത്തിക്കുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFിലെ ഘടകകക്ഷികൾക്ക് VD സതീശനോടാണ് കൂടുതൽ താല്പര്യം. പ്രത്യേകിച്ച് ലീഗ് നേതാവ് KM ഷാജി ഉൾപ്പെടെയുള്ളവർ സതീശന്റെ നേതൃത്വത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നു. സഭയ്ക്കുള്ളിലെ വസ്തുതാപരമായ പ്രസംഗങ്ങളും യുവ MLA-മാരെ ഏകോപിപ്പിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് അനുകൂലമാണ്. സീനിയോറിറ്റിയും ഭരണപരിചയവുമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രധാന ആയുധങ്ങൾ. 5 വർഷം കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ തിളങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടിക്കുള്ളിലെ എല്ലാ ഗ്രൂപ്പുകൾക്കിടയിലും അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്. അഴിമതി ആരോപണങ്ങൾ ഏൽക്കാത്ത വ്യക്തിത്വം എന്ന നിലയിൽ ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ വാദിക്കുന്നു. അനുഭവ സമ്പത്തുള്ള ഒരാൾ ഭരിക്കുമ്പോൾ ഭരണയന്ത്രം കൂടുതൽ വേഗത്തിൽ ചലിക്കുമെന്നാണ് ഇവരുടെ പക്ഷം. ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായകമായ ശക്തിയായ KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാകുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൂടുതൽ താല്പര്യമുള്ള കാര്യമാണ്. നിയമസഭയിൽ ഏകദേശം 50ഓളം MLA-മാരുടെ പിന്തുണ KCക്കുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. കേരളത്തിന് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ KCയെ പോലൊരു നേതാവിന് സാധിക്കുമെന്നും ഹൈക്കമാൻഡ് കരുതുന്നു. രാഹുൽ ഗാന്ധിയുടെ അടുത്ത വിശ്വസ്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പച്ചക്കൊടി ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ജനങ്ങൾ പ്രകടനത്തിനാണ് മുൻഗണന നൽകുന്നതെന്നാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റുന്നതിൽ UDF വിജയിച്ചു കഴിഞ്ഞു. ഇതിന് നേതൃത്വം നൽകിയ VD സതീശൻ, K സുധാകരൻ ടീമിന്റെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. അതേസമയം ശശി തരൂരിനെ പോലെ ഒരു നേതാവിനെ മാറ്റി നിർത്തുന്നത് പാർട്ടിക്കുള്ളിൽ വലിയൊരു വിഭാഗം ആരാധകരെ നിരാശരാക്കുന്നുണ്ട്. കേരളത്തിലെ മധ്യവർഗ വോട്ടർമാർക്കിടയിലും യുവാക്കൾക്കിടയിലും തരൂരിനുള്ള സ്വാധീനം വരാനിരിക്കുന്ന ഭരണത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നത് ഹൈക്കമാൻഡിന്റെ മുന്നിലെ വലിയ ചോദ്യമാണ്. UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികളുമുണ്ട്. തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുക എന്നത് ഒരു പുതിയ സർക്കാരിന്റെ ആദ്യ ദൗത്യമാകും. തരൂർ പറഞ്ഞതുപോലെ സാമുദായിക ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിനൊപ്പം തീവ്രവാദ നിലപാടുകളെ കർശനമായി അടിച്ചമർത്തേണ്ടി വരും. കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഭാവി നിശ്ചയിക്കുകയും പുതിയ വികസന മാതൃകകൾ അവതരിപ്പിക്കുകയും വേണം. കേരളം മാറ്റത്തിന്റെ പാതയിലാണിപ്പോൾ. ശശി തരൂർ ഉയർത്തിക്കാട്ടിയ മതേതരത്തിന്റെ മാതൃകയും UDFിന്റെ രാഷ്ട്രീയ വിജയം പരസ്പര പൂരകങ്ങളാണ്. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ എന്തുതന്നെയായാലും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിന് വേണ്ടത്. ജാതിയും മതവും നോക്കാതെ മനുഷ്യത്വത്തിന് വോട്ട് നൽകി തവനൂരിലെയും കളമശ്ശേരിയിലെയും കൊച്ചിയിലെയും വോട്ടർമാർ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നായകനെയാകും കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന് നൽകുക. വരും മണിക്കൂറുകൾ കേരള രാഷ്ട്രീയത്തിന് അടുത്ത 5 വർഷം ആര് നയിക്കുമെന്നതിന് ഉത്തരം നൽകും. കേരളം കാത്തിരിക്കുകയാണ് യഥാർത്ഥ കേരള സ്റ്റോറിയുടെ പുതിയ അധ്യായത്തിനായി.